നമസ്കാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ബിഗ് ബോസ് തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമാണ് ഇന്ന്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം ഇന്ന് ഇപ്പൊ ഒരു പ്രമോ വന്നു ഏഷ്യാനെറ്റിനകത്ത്, ജാസ്മിന്റെയും ഗബ്രിയുടെയും പ്രമോ. നിനക്കങ്ങനെ തന്നെ വേണം ജാസ്മിനെ, നിനക്കങ്ങനെ തന്നെ വേണം. പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ആര് ചതിക്കും? ദൈവം ചതിക്കും. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? അതാണ് നിനക്കിവിടെ പറ്റിയിട്ടുള്ളത്. അതൊക്കെ കണ്ട പ്രമോ കിട്ടി. ജാസ്മിന് കിട്ടാനുള്ളത് കിട്ടി. മനസ്സിലായോ? പണ്ടൊക്കെയാണ് പിന്നെ ഇപ്പൊ നേരെ ആ സ്പോട്ടിൽ കൊടുക്കുകയാണ് സംഭവം. ഒരു പാവം പിടിച്ച പയ്യനെ പ്രേമിച്ച് വലിപ്പിച്ച് അവന് മോഹങ്ങൾ കൊടുത്ത് അവന്റെ ജീവിതം തകർത്ത് വന്നിട്ട് കെട്ടാമെന്നൊക്കെ വാക്കം കൊടുത്ത് ഇവിടെ വന്ന് നാക്കെടുത്താലോ കള്ളവും പറഞ്ഞ് അവനെ എനിക്കറിയില്ല, അവന് ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ, വലിയ കള്ളം, ലോകം മൊത്തത്തുള്ള ഒരു കള്ളവും പറഞ്ഞ് ഇവിടെ വന്ന് ഒരുത്തന്റെ ബാക്കിലെ അഴിഞ്ഞാടി നടന്നിട്ട് അവന്റെ മൊഞ്ച് കണ്ട് മുമ്പേ പ്രണയിച്ചിരുന്ന, നിനക്ക് വേണ്ടി കാത്തിരുന്ന അഫ്സൽ എന്ന് പറയുന്ന പയ്യനെ ചവിട്ടി എറിഞ്ഞിട്ട് അവനെയും അവന്റെ കുടുംബത്തെയും സമൂഹത്തിന് മുമ്പിൽ അപമാനിതയാകാൻ വേണ്ടി വിട്ടുകൊടുത്തിട്ട് ഇവിടെ നീ ലവന്റെ ബാക്കിലെ പോയാ, ഗബ്രിക്ക് ബാക്കിലെ. ഗബ്രി ഇപ്പൊ എന്ത് പറയുന്നു? എനിക്ക് നിന്നെ വേണ്ട. വെരി ഗുഡ്. ജാസ്മിന് കിട്ടാനുള്ളത് കിട്ടി. അങ്ങനെ തന്നെ വേണം. പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കോടി. ഇപ്പൊ എന്തായി? അവനുമില്ല ഇവനുമില്ല. നാറിയത് മാത്രം മിച്ചം. നീ കടന്ന് അഴിഞ്ഞത് മാത്രം മിച്ചം. അഴുകി നാറിയില്ലേ, അതുമാത്രം മിച്ചം. ഇതും കൊണ്ട് നീ വെളിയിറങ്ങിയാ മതി. മനസ്സിലായി? നീ ഇതും കൊണ്ട് വെളിയിറങ്ങിയാൽ മതി. അവൻ പറഞ്ഞല്ലോ, നിന്നെ അവൻ യൂസ് ചെയ്യുകയായിരുന്നു. ഗബ്രി നിന്നെ എന്ത് ചെയ്യുകയായിരുന്നു മക്കളെ? യൂസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ തന്നെ വേണം. അവിടെയാണ് ദൈവത്തിന്റെ കളി ഇരിക്കുന്നത്. അവിടെയാണ് നിനക്ക് കിട്ടാനുള്ള അടി. ആ പ്രമോദം കണ്ടേ? പ്രമോദ എനിക്ക് ഈ ജാസ്മിൻ പറയണ്ട, എനിക്കിതിന് ഒരു അടിവര ഇടണം. അതായത് നമ്മുടെ ഈ ബന്ധത്തിന് ഒരു അടിവര ഇടണം എന്ന് പറയുന്നു. ഫ്രണ്ട്ഷിപ്പിന് മേലെയാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിനെ പോലുള്ള പ്രവർത്തികൾ കാണിച്ചാൽ, ഫ്രണ്ട്ഷിപ്പിന് മേലെയാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിനെ പോലുള്ള പ്രവർത്തികൾ കാണിക്കുമ്പോൾ ഒരു ബന്ധം കിട്ടുന്നില്ല. അപ്പൊ അതിനൊരു ബന്ധം വരുന്നത്, അപ്പൊ എന്താ റിലേഷൻ എന്തെന്ന് അറിയത്തില്ല. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ കള്ളമാണല്ലേ. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ലവേഴ്സിന്റെ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് സമ്മതിക്കുന്നു. ആരെ? നമ്മുടെ മുല്ലപ്പൂ സമ്മതിച്ചു. അതെനിക്ക് എന്തായാലും ഞാൻ ഇഷ്ടപ്പെട്ടു. സമ്മതിച്ചല്ലോ. അടുത്ത അപ്പോൾ നമ്മുടെ ഗബ്രി പറയുന്നു, ഒന്നുകിൽ ഞാൻ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നീ ഇവിടെ നിന്ന് പോകണം. അപ്പൊ ഇതിനൊരു ക്ലാരിറ്റി കിട്ടും. എന്ത് ക്ലാരിറ്റി കിട്ടും? എനിക്കത് മനസ്സിലായിട്ടില്ല. നീ പോയ ഒരു ക്ലാരിറ്റി കിട്ടും, അല്ലെങ്കിൽ എവിടെ പോയ ഒരു ക്ലാരിറ്റി കിട്ടും. അതെന്താണ് ഈ നമ്മുടെ നിത്യഹരിത കാമുകൻ പറഞ്ഞത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ ഉടനെ നമ്മുടെ ഈ പറയുന്ന ജാസ്മിൻ പറയുന്നു, പക്ഷെ എത്ര നാൾ ഒരു സത്യത്തെ കള്ളമാക്കി പറഞ്ഞുകൊണ്ടിരിക്കും? ജാസ്മിൻ അടുത്ത പറയണ്. ഇവിടെ ആരൊക്കെ ഉണ്ട്? ജാസ്മിൻ ഉണ്ട്, നമ്മുടെ ഇവിടെ ദൂതനായ മറ്റേ നമ്മുടെ റസ്മിനുണ്ട്, നമ്മുടെ ഗബ്രി ഉണ്ട്. അപ്പോ ജാസ്മിൻ പറയും, എങ്കിൽ ഒരു സത്യത്തെ എത്ര നാൾ നമ്മൾ കള്ളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും? ഉടനെ ഗബ്രി പറയുന്നു, ഏത് സത്യമാണ് ഞാൻ കള്ളമായിട്ട് പറഞ്ഞത്? ഗബ്രിക്ക് മനസ്സിലായില്ലേ? ഗബ്രിക്ക് മനസ്സിലായില്ല. ഈ പറയുന്ന ജാസ്മിൻ പറയുന്ന സത്യത്തെ കുറിച്ച് ഗബ്രിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഉടനെ ജാസ്മിൻ രണ്ടും കളിപ്പിച്ച് ജാസ്മിൻ പറയുന്നു, ഞാനൊരു പറയാം, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ജാസ്മിൻ പൊറുതി മുട്ടി പറഞ്ഞു, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോ ഉടനെ നമ്മുടെ കാമുകൻ, അതായത് ഓടി നടന്ന് കെട്ടിപ്പിടിക്കുകയും സൈഡിൽ കൂടിയും അവിടെ കൂടി ഉമ്മ വെക്കുകയും തടവുകയും തലോടുകയും ഒക്കെ ചെയ്ത ഈ പറയുന്ന ഗബ്രി പറയുന്ന എന്തെന്നറിയാമോ? എനിക്കും നിന്നെ ഇഷ്ടമാണ്, പക്ഷേ എന്ന് കരുതി നിന്റെ കൂടെ ഒരു റിലേഷൻ വെക്കാനോ പിന്നീട് ഭാവിയിൽ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റത്തില്ല. ഡിങ്കി ഡിങ്ക. ഇപ്പൊ എന്തായി? ഡിങ്കി ഡിങ്ക. സത്യം പറയാലോ, ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ എന്നെ വേണമെന്ന്. ആരും ചതിച്ചുകൊണ്ടൊന്നും നേടാൻ പറ്റത്തില്ല. ഒരാളെ ചതിച്ചു കഴിഞ്ഞാലേ അതിനുള്ള പ്രതിഫലം നീ അനുഭവിക്കണം. അപ്പൊ ഉടനെ പിന്നീട് നമ്മുടെ ജാസ്മിൻ പറയുന്ന ഒരു സംഭവമുണ്ട്, എനിക്ക് കിട്ടി, എന്റെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ദിവസം യവൻ അങ്ങനെ സമ്മതിക്കട്ടെ എന്ന് കരുതിയിരുന്നു. അളിയൻ ഇപ്പൊ തുറന്നു പറഞ്ഞു. അളിയന്റെ ലൈൻ അളിയൻ പറഞ്ഞു,
നിന്നെ എനിക്ക് കെട്ടാനും തേങ്ങയൊന്നും പറ്റില്ല. ഇത് നിന്നെ യൂസ് ചെയ്തു, നീ കൊണ്ട് വെച്ചു തന്നു, ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഉമ്മ വെച്ചു, നീ ഉമ്മ വെച്ചാൽ കൊടുത്തോണ്ടല്ലേ ഉമ്മ വെച്ചത്. ഇപ്പൊ ലാസ്റ്റ് എന്തായി? പുറത്തുള്ളവനും പോയി, അകത്തുള്ളവനും പോയി. വെളിയിറങ്ങുമ്പോ നാണക്കേട് മാത്രം നിന്റെ കയ്യിലിരിക്കും. ഇതുപോലെ നാറിയായിരിക്കും നീ വെളിയിലോട്ട് ഇറങ്ങുന്നത്. ഇനി അടുത്തത് ഇവരുടെ എന്ത് പ്ലാനാണ്? ഇനി അടുത്ത പിന്നെ ഈ ഗബ്രിയും ജാസ്മിനും എന്ത് കാണിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അമ്മയാണ് ഒന്നൊന്നര പ്രമമാണ് വന്നിരിക്കുന്നത്. സൂപ്പർ പ്രമ, ഒരു ഉളുപ്പുമില്ലാതെ ആ കോഴിയായ ആര് ഈ പറയുന്ന നമ്മുടെ ഗബ്രി, ഞാൻ അവൻ അങ്ങനെ വിളിക്കത്തുള്ളൂ. ഗബ്രി പറയാണ്, ഒരു ഉളുപ്പില്ലാതെ പറയണേ, നിന്നെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, ഞാൻ കുറെ ഉമ്മയൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ കുറെ തടവയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറെ കടിയൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ നിന്റെ അടുത്ത് എനിക്ക് റിലേഷനിലാവാനോ അല്ലെങ്കിൽ നിന്നെ പോയി കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റത്തില്ല. നിന്നെ ആ രീതിയിലാണ് കണ്ടിട്ടിരിക്കുന്നത്. ഞാൻ നിന്നെ ഒരു യൂസ് ആൻഡ് ത്രോ, ഈ വാക്ക് ഓർമ്മയുണ്ട, യൂസ് ആൻഡ് ത്രോ. അതാണ് നീ ആരെ ചെയ്തത്? അഫ്സലിനെ ചെയ്തത്. ജാസ്മിനെ ഓർമ്മയുണ്ട, അഫ്സലിനെ എന്ത് ചെയ്തു? യൂസ് ആൻഡ് ത്രോയാ ചെയ്തത്. പുതിയ ഒരുത്തനെ കണ്ടപ്പോ എന്ത് ചെയ്തു? നീ അവനെ മറന്നു, അവന് കൊടുത്ത വാഗ്ദാനങ്ങൾ മറന്നു, അവന് കൊടുത്ത എന്താ പറഞ്ഞത് എല്ലാം മറന്നു. അവനെന്ന് പറയുന്ന സംഭവമേ ഇല്ലെന്ന് വലിയ കള്ളം അവന്റെ അടുത്ത് പറഞ്ഞു. നീ എത്ര നാൾ ഈ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കും? ഒരു പരിധി നമുക്ക് ഈ ഇവനെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഗബ്രിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവളാണ് ഇത്രയും വലിയൊരു ഗബ്രി. അവൻ അവിടെ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഒരു ചിന്ത, ഒരു എവിഡൻസ് നമുക്കില്ല. ചിലപ്പം വെറുതെ പറഞ്ഞതായിരിക്കാം, അവൻ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞതായിരിക്കാം. പക്ഷെ ഇവിടെ നീ എന്തിന്? ഇതിന്റെ പുറത്ത് നീ പറയുന്നതെല്ലാം ലോക കള്ളമാണെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം. നീ പറയുമ്പോഴൊക്കെ ഈ കള്ളത്തരങ്ങളൊക്കെ അവൻ കാണുന്നത് നിനക്ക് കൃത്യമായിട്ട് അറിയാം. നിന്റെ വാപ്പ വന്ന് നിനക്ക് പറഞ്ഞു തന്നിട്ട് കൂടി നീ അത് ചെയ്യാതെ നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിന്റെ മനസ്സിന്റെ അഴുക്ക് അത്രമേലുണ്ട്. അതുകൊണ്ടാണ് നീ ഇതെല്ലാരും പറഞ്ഞിട്ടും ഈ പറഞ്ഞ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ട് കല്യാണം വരെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അതുവരെ മറന്ന്, അവനെയും മറന്ന്, അവന്റെ കൂടെ ചെലവഴിച്ച നിമിഷങ്ങൾ മറന്ന്, അവന് കൊടുത്ത വാക്കുകൾ മറന്ന് അവന് കൊടുത്ത പ്രതീക്ഷകളെയൊക്കെ നീ മറന്നുകൊണ്ട് നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന ഒരുത്തന്റെ മുഞ്ച് കണ്ട് അവന്റെ ബാക്കിലേ നടന്നു. അവൻ ചെയ്യുന്നതിനെല്ലാം നീ എസ് മൂളിക്കൊടുത്തു. കവിള് കൊണ്ട് വെച്ചു കൊടുത്ത് ഉമ്മ വെക്കാൻ വേണ്ടിയിട്ട്, കൈ കൊണ്ട് വെച്ചു കൊടുത്ത്, കടിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ വേറെ സ്ഥലങ്ങളില്ലായിരുന്നു. ആണോ? കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നു. ഇപ്പൊ എന്തായി? നിന്നെ കറിവേപ്പല പോലെ അവൻ എടുത്തെറിഞ്ഞു പൊണ്ടു പോന്നു പറഞ്ഞു. നീ പൊടി. നീ വിചാരിക്കും പോലെ നിന്റെ ഈ മൊഞ്ച് കണ്ട് നിന്റെ പുറകെ വാലാട്ടി വരാനല്ല എന്റെ പ്ലാൻ. ഞാൻ നിന്നെ റിലേഷനിലാവാനും പോകുന്നില്ല, നിന്നെ ഞാൻ കെട്ടാനും പോകുന്നില്ല. നിന്നോടുള്ള ഇഷ്ടമൊക്കെ ശരി തന്നെ, പക്ഷേ നിന്നെ ഞാൻ കെട്ടാൻ പോകുന്നില്ല. അപ്പോ ജാസ്മിൻ പറയുന്നു, എനിക്ക് തൃപ്തിയായി, എനിക്ക് കിട്ടാനുള്ളത് കിട്ടി. കർത്താവേ, നിനക്ക് അത് തന്നെ കിട്ടണം. തൃപ്തിയായി മകനെ, എനിക്ക് തൃപ്തിയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ജാസ്മിൻ ഇത്രയും പറയാനും വെറുക്കാനും കാരണം ഈ ഒരു ഒറ്റ കാര്യമാണ്, വേറെ ഒന്നിനും കൊണ്ടല്ല. കാരണം അങ്ങനെ ഒരു മനുഷ്യ സ്ത്രീയും ചെയ്യരുത്. അത് ഇത്രയും ഒരു ഓപ്പൺ ആയിട്ടുള്ള നമ്മൾ ഈ പബ്ലിക് ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പുറത്ത് നമുക്കൊക്കെ അറിയാമെന്നും ഈ പറയുന്ന അഫ്സലിന് അറിയാമെന്നും ഈ അഫ്സൽ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വീണ്ടും ദേഷ്യം കൂടിയത് ഈ സായി വന്നിട്ട് പറയണം അവൻ ഭയങ്കര കരച്ചിലാണെന്ന് പറയണേ. എന്നിട്ട് പോലും ഇവിടെ മാറുന്നില്ല. അവന്റെ അടുത്ത് പോലും കള്ളം പറയാണ്. അത് ഇപ്പൊ ജസ്റ്റ് വന്ന് കല്യാണം നമുക്ക് നോക്കാം, വന്നിട്ട് നോക്കാം എന്ന് മാത്രമേ പറഞ്ഞ ഒരു വലിയ കള്ളം പറഞ്ഞു. ഈ പറഞ്ഞ ഇവിടെയാണ് ഈ പറയുന്ന കുറെ എണ്ണം ഈ സപ്പോർട്ട് ചെയ്യണ. എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല. അവരെയൊക്കെ ലജ്ജയാണെന്ന് തോന്നണം അമ്മാരുടെ അടുത്തത്. ഈ അവളെ സപ്പോർട്ട് ചെയ്യുന്നവരടുത്ത് എനിക്ക് ലജ്ജയേ ഉള്ളൂ. ഇത്രയും വൃത്തികെട്ടവന്മാരാണ്. എന്ത് കണ്ടിട്ടെന്ന് അറിഞ്ഞൂടെ. പിന്നെ നമുക്കറിയാലോ ഗോവിന്ദചാമിക്ക് വരെ ഇവിടെ ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ജാസ്മിൻ ജാഫറിന് കിട്ടേണ്ടത് കിട്ടി. മനസ്സിലായോ? പൊട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ ആര് ചതിക്കും? ദൈവം ചതിക്കും. ഇനി നീ നാറി വെളുത്ത് പുറത്തിറങ്ങ്. നമുക്ക് വീണ്ടും കാണാം.